ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ദശാവതാരങ്ങളാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമാണ്, മനുഷ്യ അവതാരമാണ് ത്രേതായുഗത്തിലെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ്റെ കഥയാണ് നമ്മൾ രാമായണമായി പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിൽ പൂർണ്ണമായ രാമായണം എനിക്ക് പറയാൻ കഴിയുകയില്ല. കാരണം വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. എല്ലാം കൂടെ പറയുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാം. കർക്കിടകം തുടങ്ങുന്ന സമയത്ത് നമുക്ക് രാമായണത്തിൻ്റെ ഓരോരോ കഥകളായി പഠിക്കാം. ശ്രീരാമചന്ദ്രനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ജയവിജയന്മാരെ നമ്മൾ ഓർക്കുക. ജയവിജയന്മാരുടെ കഥ നമ്മൾ വരാഹ അവതാര സമയത്തും നരസിംഹ അവതാര സമയത്തും പറഞ്ഞതാണ്. കാരണം ജയവിജയന്മാർ ആരായിരുന്നു? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകരായിരുന്നു. ശാപം മൂലം അവർ ഭൂമിയിൽ പിറക്കുകയാണ്. ആദ്യത്തെ പിറവിയെന്ന് പറയുന്നത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമാണ്. രണ്ടാമത്തെ പിറവിയെന്ന് പറയുന്നത് ത്രേതായുഗത്തിലെ രാവണനും കുംഭകർണനുമാണ്. അപ്പോൾ അത്രയും കാര്യം നിങ്ങൾ ഓർക്കുക. അതിനുശേഷം നമുക്ക് രാവണനെ പറ്റി പറയാം. രാവണൻ വിശ്രവ മഹർഷി എന്ന് പറയുന്ന ഒരു മഹർഷിയുടെയും അസുര സ്ത്രീയായ കൈകേസിയുടെയും മകനാണ്. അതായത് അച്ഛൻ മഹർഷിയായിരുന്നു, അമ്മ അസുര സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ രാവണൻ പകുതി ബ്രാഹ്മണനായിരുന്നു. രാവണൻ്റെ 10 തല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാവണന് എല്ലാ ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും നൃത്തത്തിലും സംഗീതത്തിലുമൊക്കെ അതിഭീകരമായ അറിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 10 തല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹം ജനിച്ച സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് രാവണൻ എന്നല്ലായിരുന്നു, ദശമുഖൻ അല്ലെങ്കിൽ ദശാനനൻ എന്നായിരുന്നു രാവണൻ്റെ ജനന സമയത്തെ പേര്. അദ്ദേഹം വളരെ ശിവഭക്തനായിരുന്നു. ആ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. കൈലാസമെടുത്ത് അമ്മാനമാടിയ കഥ. ആ സമയത്ത് കൈ വേദനിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു? രാവണൻ ഒരു അലർച്ച അലറുന്നു. ആ അലർച്ച, ആ ഗർജനം ത്രിലോകങ്ങളെയും നടുക്കി. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ദശാനനന് അല്ലെങ്കിൽ ദശമുഖന് രാവണൻ എന്ന പേര് കൊടുത്തത്. അപ്പോൾ ശിവഭഗവാനാണ്, അതായത് മഹാദേവനാണ് ദശമുഖന് എന്ത് പേര് കൊടുത്തത്? രാവണൻ എന്ന പേര് കൊടുത്തത്. രാവണൻ എന്ന വാക്കിൻ്റെ അർത്ഥം തൻ്റെ ഗർജനം കൊണ്ട് ത്രിലോകങ്ങളെയും വിറപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം. രാവണൻ ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്നു. ഒരുപാട് ശിവസ്തുതികൾ, രുദ്രതാണ്ഡവ അതുപോലുള്ള സ്തുതികളൊക്കെ രചിച്ചിരുന്നു? രാവണൻ രചിച്ചിരുന്നു. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിൽ നിന്നും വരം നേടിയിരുന്നു. അമരത്വമാണ് ചോദിച്ചത്. ബ്രഹ്മാവ് അത് കൊടുത്തില്ല. ദേവതകൾ, ഭൂതഗണങ്ങൾ, സർപ്പങ്ങൾ, വന്യമൃഗങ്ങൾ തുടങ്ങിയവയിൽ നിന്നും യാതൊരു ശല്യവും എനിക്ക് ഉണ്ടാകരുത് എന്നാണ് ബ്രഹ്മദേവനിൽ നിന്നും വരം നേടിയത്. അപ്പോൾ രാവണൻ ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. കാരണം മനുഷ്യന് ആരും എന്നെ ഒന്നും ചെയ്യില്ല, അവർക്കതിനുള്ള ഒരു കഴിവില്ല എന്ന് ധരിച്ചു വെച്ചിട്ട് മനുഷ്യരിൽ നിന്നും ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്ന് ബ്രഹ്മാവിൽ നിന്നും വരം നേടിയില്ല. അങ്ങനെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ത്രേതായുഗത്തിൽ മനുഷ്യരൂപത്തിൽ അവതരിക്കുന്നത്. ലങ്കയായിരുന്നു രാവണൻ്റെ രാജധാനി. മണ്ഡോദരിയാണ് ഭാര്യ. 7 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. സഹോദരങ്ങൾ ആരൊക്കെയാണ്? വിഭീഷണൻ, കുംഭകർണൻ, ശൂർപ്പണഖ എന്ന സഹോദരി. അപ്പോൾ ഇത്രയാണ് രാവണനെ പറ്റി പറയുന്നത്. ഇനി അസുരന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ ദേവഗണങ്ങളെല്ലാവരും കൂടെ പഴയതുപോലെ തന്നെ വീണ്ടും ആരെ അഭയം പ്രാപിക്കുന്നു? മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു. ആ സമയത്ത് മഹാവിഷ്ണു പറയുകയാണ്, വിഷമിക്കേണ്ട, ത്രേതായുഗത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി ഞാൻ അവതരിക്കാം. അതിനുശേഷം നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാമെന്ന് പറയുന്നു. ഇനി ആരാണ് ദശരഥ മഹാരാജാവ്? അയോധ്യ എന്ന് പറയുന്ന രാജ്യത്തിലെ സൂര്യവംശത്തിൽപ്പെട്ട രാജാവായിരുന്നു ദശരഥൻ. ദശരഥന് 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്: കൗസല്യ, സുമിത്ര, കൈകേയി. ഈ 3 ഭാര്യമാർക്കും കുട്ടികളില്ലായിരുന്നു. അങ്ങനെ ഇവരുടെ രാജഗുരുവാണ് ആരെന്ന് പറയുന്നത്? വശിഷ്ഠ മഹർഷി. വശിഷ്ഠ മഹർഷിയോട് ഉപദേശം തേടുകയാണ്. അപ്പോഴാണ് വശിഷ്ഠ മഹർഷി പറയുന്നത്, പുത്രികാമേഷ്ടി എന്ന് പറയുന്ന ഒരു യാഗമുണ്ട്, ആ യാഗം നടത്തി ദേവന്മാരെ പ്രീതിപ്പെടുത്തുക. അങ്ങനെ ആ യാഗം നടത്തുകയും ആ യാഗത്തിൽ നിന്നും അഗ്നിദേവൻ ഉയർന്നു വരികയും അഗ്നിദേവൻ ദശരഥ മഹാരാജാവിന് ഒരു പായസം കൊടുക്കുകയും ചെയ്യുന്നു. ആ പായസത്തോടു കൂടിയാണ് ഉയർന്നു വരുന്നത്. അങ്ങനെ ആ പായസം ദശരഥ മഹാരാജാവ് മേടിക്കുകയും
കൗസല്യയ്ക്കും കൈകേയിക്കുമായി ഇത് വീതം വെച്ച് കൊടുക്കുന്നു. അങ്ങനെ കൗസല്യ തനിക്ക് കിട്ടിയ വീതത്തിൽ നിന്നും ഒരു വിഹിതം സുമിത്രയ്ക്കും, കൈകേയി തനിക്ക് കിട്ടിയ വിഹിതത്തിൽ നിന്നും ഒരു വിഹിതം സുമിത്രയ്ക്കും കൊടുക്കുന്നു. അങ്ങനെ സുമിത്രയ്ക്ക് 2 വിഹിതം കിട്ടുന്നു. ഇത് കണ്ട് ദശരഥ മഹാരാജാവിന് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു. അതിനുശേഷം ഈ 3 ഭാര്യമാരും പ്രസവിക്കുന്നു. കൗസല്യയ്ക്ക് പിറന്നത് ശ്രീരാമചന്ദ്രൻ. സുമിത്രയ്ക്ക് 2 വിഹിതം കിട്ടിയത് കൊണ്ട് 2 പുത്രന്മാരാണ് സുമിത്രയ്ക്ക് ഉണ്ടാകുന്നത്. അവരാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. കൈകേയിക്ക് പിറക്കുന്നത് ഭരതൻ. ഇതാണ് കഥ. അതിനുശേഷം വശിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് രാമനെയും ലക്ഷ്മണനെയും മറ്റു ഭരതനെയും ശത്രുഘ്നെയും ഒക്കെ എൻ്റെ കൂടെ അയക്കുക. കാരണം ആ സമയത്ത് ഒരുപാട് അസുരന്മാർ ഇവരുടെ ആശ്രമത്തിൽ, അതായത് മഹർഷിമാർക്ക് സ്വസ്ഥവും സമാധാനവുമായി ഇരുന്ന് പ്രാർത്ഥിക്കാനോ ജീവിക്കാനോ പറ്റാത്ത രീതിയിൽ അസുരന്മാർ ഇവരെ ശല്യപ്പെടുത്തുന്നു. ഇവർ കാട്ടിലാണല്ലോ ഈ മഹർഷിമാരുടെയൊക്കെ ആശ്രമം. അപ്പോൾ അവിടെയൊക്കെ ശല്യപ്പെടുത്തുന്നു. ഒരു തരത്തിലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരെയൊക്കെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ എൻ്റെ കൂടെ അയക്കണമെന്ന് ദശരഥ മഹാരാജാവിനോട് വശിഷ്ഠ മഹർഷി പറയുന്നു. പക്ഷേ ദശരഥ മഹാരാജാവിന് താല്പര്യം തോന്നിയില്ല. കാരണം കുട്ടികളാണ്. അന്നേരം പക്ഷേ വശിഷ്ഠ മഹർഷി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഈ കുട്ടികളെ വശിഷ്ഠ മഹർഷിയുടെ കൂടെ അയക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കാട്ടിലേക്ക് അവർ യാത്ര പോവുകയും താടക ഉൾപ്പെടെയുള്ള ആളുകളെ ആര് വധിക്കുന്നു? ശ്രീരാമചന്ദ്രൻ വധിക്കുകയും ആ സമയത്താണ് അഹല്യാമോക്ഷമൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ താടകയുടെ മക്കളാണ് ആര്? മാരീചനും സുബാഹുവും. ഇവരെയും ഭഗവാൻ വധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സീതാ സ്വയംവരം നടക്കുന്നത്. സീതാ സ്വയംവരം, സീത ആരാണ്? ജനക മഹാരാജാവിൻ്റെ പുത്രിയാണ്. സീതയ്ക്ക് മറ്റ് സഹോദരിമാരും കൂടെ ഉണ്ടായിരുന്നു. ആര്? ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി. ഈ 3 സഹോദരിമാരും കൂടെ സീതാദേവിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സ്വയംവരം സമയത്ത് നമുക്കറിയാം എങ്ങനെയാണ് ഭഗവാൻ സീതാദേവിയെ വിവാഹം കഴിച്ചത് എന്നൊക്കെയുള്ള കഥ. അങ്ങനെ സീതാദേവിയെ വിവാഹം കഴിക്കുകയും ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെയും ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം കഴിക്കുന്നു. എന്നിട്ട് ഇതിനുശേഷം ഇവർ അയോധ്യയിലേക്ക് തിരിച്ചു പോവുകയാണ്. പിന്നീടാണ് പട്ടാഭിഷേകം നടക്കുന്നത്. പട്ടാഭിഷേകം നമുക്കറിയാം, മന്ധര എന്ന് പറയുന്ന സ്ത്രീയുടെ, ആ ദാസി സ്ത്രീയുടെ കുബുദ്ധി കാരണം കൈകേയിയാണ് ആ പട്ടാഭിഷേകം മുടക്കുന്നത്. ആ പട്ടാഭിഷേകം മുടക്കിയതിന് ശേഷം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എവിടെ പോകുന്നു? ലക്ഷ്മണനോടൊത്ത് വനവാസത്തിലേക്ക് പോകുന്നു. ആ വനവാസത്തിലേക്ക് പോകുന്ന സമയത്ത് പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിച്ചതാണ്, നമുക്കറിയാം. വിശദമായിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ തീരില്ല. പിന്നെയാണ് നമ്മൾ ജഡായുവിനെ കാണുന്നത്, ഹനുമാൻ സ്വാമിയെ കാണുന്നത്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ ലങ്കയിലേക്ക് പോകുന്നത് ഇല്ലേ? അങ്ങനെ അതിനുശേഷം ഉണ്ടാകുന്ന യുദ്ധം, നാഗാസ്ത്രം ഉപയോഗിച്ചിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ബോധരഹിതരായി വീഴുന്നതും, അഗസ്ത്യകൂടത്തിൽ നിന്നും മൃതസഞ്ജീവനി ഹനുമാൻ സ്വാമി കൊണ്ടുവരുന്നതും, ഇങ്ങനെ ധാരാളം കഥകൾ അതിനകത്തുണ്ട്. എന്തുതന്നെയായാലും അവസാനം രാവണനെ നിഗ്രഹിക്കുന്നു. രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം സീതാദേവിയെ വീണ്ടെടുക്കുന്നു. വീണ്ടെടുത്തതിന് ശേഷം ഇവർ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്നു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അത് നമുക്ക് രാമായണം പഠിക്കുന്ന സമയത്ത് കുറേശ്ശെ ആയിട്ട് പഠിക്കാം. സരയൂ നദിക്കരയിലാണ് അയോധ്യയുള്ളത്. അതാണ് പ്രത്യേകമായി നോക്കേണ്ടത്. പിന്നെ മിഥിലാപുരി, സീതാദേവിയുടെ മിഥിലാപുരി ഇന്ന് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഭഗവാൻ ത്രേതായുഗത്തിൽ മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണ്. മര്യാദാ പുരുഷോത്തമനായിരുന്നു. അസുര നിഗ്രഹണം തന്നെയായിരുന്നു ഭഗവാന്റെ അവതാര ഉദ്ദേശം. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എപ്പോഴൊക്കെയാണോ ഭൂമിയിൽ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നത് ആ സമയത്തൊക്കെ ഭഗവാൻ അവതരിക്കുമെന്ന്. അങ്ങനെ ത്രേതായുഗത്തിൽ ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചതാണ് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ്റെ രാജ്യമെന്ന് പറയുന്നത് രാമരാജ്യമായിരുന്നു. എല്ലാവർക്കും തുല്യതയായിരുന്നു, എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു, ഐശ്വര്യമായിരുന്നു. രാജാവിനെ പറ്റി ഒരാൾക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. ഒരു തെറ്റിദ്ധാരണകൾക്കും ഇടവരുത്താത്ത രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു രാമൻ കാഴ്ചവെച്ചിരുന്നത്. ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു ഭഗവാന്റെ മറ്റൊരു അവതാര ഉദ്ദേശം. സരയൂ നദിക്കരയിലായിരുന്നു അയോധ്യ എന്ന് പറയുന്ന നഗരം ഉണ്ടായിരുന്നത്. അപ്പോൾ ത്രേതായുഗത്തിൽ ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് വളരെ കാലം മുമ്പ് ഇട്ടിരുന്നു. രാമായണത്തിലെ ഏറ്റവും
പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒരു ശ്ലോകം ഏതാണെന്നുള്ളത്. വരരുചിയുടെ കഥയാണത്. ഞാനത് പ്ലേലിസ്റ്റിൽ പ്രത്യേകം ഇട്ടേക്കാം. രാമായണം എന്ന് പറയുന്ന ഫോൾഡറിൽ നിങ്ങളത് പോയി കേൾക്കണം. കാരണം രാമായണത്തിൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ശ്ലോകമാണ്. ആ ശ്ലോകം ഏതാണെന്നുള്ളത് ഞാൻ പ്ലേലിസ്റ്റിൽ രാമായണം എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ടേക്കാം. നിങ്ങളത് കേൾക്കണം. കേട്ടതിന് ശേഷം കേട്ടത് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ഇടണം. കാരണം അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം ഷഷ്ഠി തിഥിയാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നിങ്ങളെല്ലാവരും വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക. അതിന് കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പെങ്കിലും ഓം ശരവണായ ഭവയെന്ന് 108 തവണ ജപിച്ചതിന് ശേഷം വേണം കിടക്കാൻ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.